കിളിയേ ദിക്ർവാടി കിളിയേ സുബൈക്ക് മീനാരത്തിൽ വലം വെച്ച് പറക്കണ ദിക്ർവാടി കിളിയേ നീനില്ലേ നീലാമേലാപുറത്തിൻ്റെ അപ്പുറത്ത് സുവർഗത്തിൽ അതിർപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ല് അതിർപ്പങ്ങൾ കാണുന്നു മോദി മോദിയാൻ മുത്തു മുഹമ്മദിൻ തൂമോൾ എള്ളിലുറച്ചോളി അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്നു മറക്കാമോ അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്നു മറക്കാമോ. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മളൊരു യാത്രയിലാണ് കേട്ടോ. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കാളികാവ് അവിടെ ഒരു വൃദ്ധസദനത്തിലേക്കാണ് കേട്ടോ പോണത്. നമ്മളവിടെ ഹിമ എന്ന് പറയുന്ന ഒരു വൃദ്ധസദനുണ്ട്. ആരുമില്ലാത്ത കുറച്ച് ആളുകളൊക്കെ ഉമ്മമാരും ഉപ്പമാരൊക്കെ അവർ കൊണ്ടുവന്നിട്ട് അവർ നല്ല രീതിയിൽ കെയർ ചെയ്തുകൊണ്ട് കൊണ്ടുപോകുന്നൊരു സ്ഥാപനമാണ് കേട്ടോ ഈ ഹിമ എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ഇത് കാളികാവ് അടക്കാക്കുണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഈ ഒരു വൃദ്ധസദനം ഉള്ളത്. ഹിമ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇങ്ങോട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇവിടെ ഇവർക്ക് ഒരു നേരത്തെ നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡ് കൊടുക്കാമെന്നും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് യൂട്യൂബേഴ്സ് ഞങ്ങളിങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ ക്യാഷൊക്കെ പിരിവിട്ടിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒരു സംഖ്യ ഇവിടെ കൊടുക്കുകയും ചെയ്യുക. അതേപോലെ തന്നെ ഫുഡും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും അവരെ കൂടെ ഒരു ദിവസം കൂടിയിട്ട് അവരെയും കൂടി ഒന്ന് സന്തോഷിപ്പിക്കുക. അവർക്ക് ആരും വരാനും പോകാനൊന്നും ആരും ഇല്ലാത്തൊരാളുകളല്ലേ. അപ്പോൾ അവർക്ക് നമ്മളൊക്കെ ഇങ്ങനെ കൂടെ വരിക എന്നൊക്കെ പറയുമ്പോൾ അവർക്കതൊരു ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അവരെ കൂടെ നമ്മൾ പിന്നെ ഒരു ദിവസം ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവരെയും കൂടെ ഒന്ന് സന്തോഷിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് കൂടിയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഏകദേശം പരിപാടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മളെ ടെലിഫിലിമിലൊക്കെ ആദ്യം ഹീറോ ആയിരുന്ന നമ്മുടെ സലാം കൊടിയത്തൂരാണ് കേട്ടോ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ സ്ഥാപനത്തിൽ എത്തിയതിനെ നമ്മുടെ സ്ഥാപനം എന്താണ് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് രണ്ട് വാക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത്. നമ്മുടെ ഈ സ്ഥാപനം ഹിമ ഹെവൻ ഓഫ് ഇന്റിമസി ആൻഡ് യൂസ്ഫുൾ അറ്റ്മോസ്ഫിയർ എന്നാണ് നമ്മുടെ ഹിമയുടെ ഫുൾ രൂപം. സ്വന്തം നിലയ്ക്ക് കഴിയാനുള്ള സമൂഹത്തിന് നൽകിയാണ്. നിങ്ങളുടെ സ്ഥാപനം വിസിറ്റ് ചെയ്തിട്ടില്ല. അപ്പോ ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരിക്കലും നെഗറ്റീവായി ചിന്തിക്കാനുള്ള അവസരം പോലുമില്ല. ഈ കുട്ടികൾ മുഴുവൻ അധ്യാപകൻ എഴുന്നേൽക്കാൻ പറയുമ്പോൾ എല്ലാ ആളുകളും ഒന്നിച്ച് എഴുന്നേൽക്കുന്നു, ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കുന്നു. എവിടെ കണ്ടാലും അവര് നമ്മളുമായി സഹകരിക്കുന്നു, ബന്ധപ്പെടുന്നു. നാടിന്റെ വിവിധ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ എന്താണോ അവർക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതികൾ അതൊക്കെ നമുക്ക് ചെയ്തിരുന്നു. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളുടെ ജോലി എന്താണോ ആ ജോലി നിങ്ങളുടെ ഈ തരത്തിലുള്ള ഈ ഒരു സംഗതിക്ക് അപ്പോ പിന്നെ ചെറിയൊരു ലെവലൊരു ഇവരെ ചെറിയ ലെവലിൽ സന്തോഷിക്കുന്ന ഗ്രൂപ്പിന്റെ സിംഗറാണ്. കുറച്ചാണ് പ്രോഗ്രാമിലൊക്കെ പിന്നെ പങ്കെടുക്കുന്ന ആളാണ്. അപ്പോൾ ഷാനു നമുക്ക് എല്ലാവർക്കും വേണ്ടി ഇവിടെ നല്ല മധുരസുന്ദരമായ ഒരു ഗാനം ആലപിക്കും. അതിനുവേണ്ടി ഹൃദയമായി സ്വാഗതം ചെയ്യാം അൻവർ ഷാനു.
ഫ്രണ്ടിലായിട്ടിരിക്കുന്ന ഈ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഇവരൊക്കെ ഇവിടെയുള്ള അന്തേവാസികളാണ് കേട്ടോ. ഇവർക്കൊക്കെ നമ്മളെ പോലെ തന്നെ മക്കളും അതേപോലെ മരുമക്കളും പേരക്കുട്ടികളും എല്ലാം ഉള്ള വീട്ടിൽ നിന്ന് വന്ന ഉമ്മമാരും ഉപ്പമാരാണ് കേട്ടോ. മക്കൾ നോക്കാതെയും അതേപോലെ തന്നെ മക്കളെ അവഗണിച്ച് വീട്ടിലൊരു സ്ഥാനം ഇല്ലാതാവുമ്പം തെരുവിലേക്ക് ഇറങ്ങിയ ഉമ്മമാരെയും ഉപ്പമാരെയൊക്കെ ഇവർ കൂട്ടിക്കൊണ്ടുവന്നിട്ട് അവരെ അത്രയും നല്ല രീതിയിൽ പരിപാലിച്ച് നോക്കുന്ന ഒരു സ്ഥാപനമാണ് കേട്ടോ ഈ ഹിമ എന്ന് പറയുന്നത്. ഇവിടെ നമ്മളൊക്കെ നല്ല രീതിയിൽ ഭക്ഷണവും വസ്ത്രവും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഇതൊന്നും വാങ്ങാനോ ഇതിനൊന്നുമുള്ള ഒരു ഇതില്ല. ഇവർക്ക് നമ്മൾ ആരെങ്കിലുമൊക്കെ വന്ന് എന്തെങ്കിലും കൊടുക്കുന്ന ആ ഒരു കനിവും കാത്താണ് കേട്ടോ ഇവരിവിടെ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ കഴിയുന്നപോലെ ഒരു ദിവസമെങ്കിലും ഇവിടെ ഒന്ന് ഇവരെ പോവുക, ഇവരുടെ അടുത്തൊന്ന് പോയി ഇവരൊക്കെ ഒന്ന് കാണുക, ഇവരെ സന്തോഷിപ്പിക്കുക. നമ്മളൊക്കെ ഇവരുടെ അടുത്തേക്ക് വരിക എന്ന് പറയുന്നത് തന്നെ ഇവർക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. കാരണം ഇവർ പറയുന്നത് ഞങ്ങളെ മറക്കരുത്, എപ്പോഴും വരണം, ഞങ്ങൾക്ക് ഈ ഒരു മതിലിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങൾക്ക് ഒരു ലോകമല്ല ഇവിടെ അല്ലേ, അപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ വരുമ്പോഴാണ് ഞങ്ങൾക്കൊരു സന്തോഷം എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കണ്ണ് നിറഞ്ഞു പോയി കേട്ടോ. അപ്പോൾ നമ്മളെപ്പോലത്തെ ആളുകളൊക്കെ ഇവരുടെ അടുത്ത് വന്ന് ഇവരെ കൂടെ കൂടി സന്തോഷിക്കുമ്പോൾ ഇവർക്കത് ഭയങ്കര ഒരു ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പറ്റുന്നവരൊക്കെ ഇവിടെ വന്ന് ഇവരെ ഒന്ന് കാണാനും അതേപോലെ ഇവർക്ക് ഒരു നേരത്തെ ഭക്ഷണമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കാനും ഇതിനൊക്കെ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു പുണ്യമായിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ ഈ പരിപാടിയിൽ നമ്മൾ പാട്ടും കാര്യമൊക്കെ ഇവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളൊരു ദിവസം ഇവരെ കൂടെ ഒരു ദിവസം നമ്മൾ ചിലവഴിച്ചത് കേട്ടോ. സുബൈക്ക് മീനാരത്തിൽ വലം വെച്ച് പറക്കണ നീലാമേലാപുറത്തിൻ്റെ അപ്പുറത്ത് സുവർഗത്തിൽ അതിർപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ല്, അതിർപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ല്. അമ്പിയ മുറുസലിങ്ങൾ താമസിക്കും കൊട്ടാരത്തിൽ, മുത്തുനബിന്റെ മത്തിമാർ ഉല്ലസിക്കും പൂന്തോട്ടത്തിൽ. പാപ്പയെങ്ങാണ്ടിരിക്കുന്നുണ്ടോ ഈ കുഞ്ഞുമോളെ, ഉമ്മച്ചി അരികത്തുണ്ടോ, ഉമ്മച്ചി അരികത്തുണ്ടോ. കിളിയേ ദിക്റുപാടി കിളിയേ, സുബഹിക്ക് മീനാരത്തിൽ വലം വെച്ച് പറക്കുന്ന ദിക്റുപാടി കിളിയെ നീ നില്ല്. നീലാമേലാപിട്ടോരാകാശത്തിൻ്റെ അപ്പുറത്ത് സുവർഗത്തിൽ അതിർപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ല്, അതിർപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ല്. Yeah.
എല്ലാവരും കൈയടി. അടുത്തടുത്ത ഇങ്ങനത്തെ കടുകടുപ്പൻ നമ്മളോട് ചെയ്തപ്പ മടികളാ കൂട്ടത്തിലുണ്ടായിത്തീരാൻ പാകച്ച് ചെറിയ ഹിന്ദി പാട്ട് പാടത്താം. हमारे तो जीना ही पड़ेगा, जीवन है दर्द तो पीना ही पड़ेगा, ये मुसीबत में संभलते रहेंगे, गम किसने दिया, दुनिया में हमारे तो जीना ही पड़ेगा, जीवन है ആലടി പാടിലാണ് സുവർഗം മോത്തോളി മൊതി മൊതിയാൻ മുത്തു മുഹമ്മദിൻ തൂമോൾ എള്ളിലുരച്ചോളി അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്നു മറക്കാമോ അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്നു മറക്കാമോ പിന്നെ അങ്ങനെ ഞങ്ങൾ ഉച്ചവരെ അവരെ കൂടെ ഞങ്ങൾ എൻജോയ് ചെയ്ത് അതിന് ശേഷം പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഉള്ളിലാണ് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് കൂടുതലായിട്ട് അവരെ പേഴ്സണലായിട്ട് അങ്ങനെ വീഡിയോ എടുക്കാനോ അവരെ കാര്യങ്ങൾ ചോദിക്കാനോ അതിനൊന്നും പെർമിഷൻ ഇല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചോദിച്ചറിയുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു സങ്കടമാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഓരോരുത്തരെ വിളിച്ചിട്ട് നമ്മൾ അവരെ കാര്യങ്ങളൊക്കെ ചോദിക്കരുതെന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഇവർ താമസിക്കുന്നത് കേട്ടോ. കാരണം ഇവിടെ ഡയാലിസിസ് സെൻറ്റർ വേറെ ഉണ്ട്, കിടപ്പിലായ രോഗികളൊക്കെ വേറെ ഭാഗത്തുണ്ട്. ഇവരിങ്ങനെ ഇതുപോലെ ഓരോരോ വീട് പോലെയാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഓരോ വീട്ടിലും 6 പേര് വീതം ആണ് താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് എല്ലാവരും. പിന്നീടാണ് ഇങ്ങനെ വീട് പോലെ ആക്കിയിട്ട് ഓരോരുത്തരെ 6 ആളുകളെ വീതം ഓരോ വീട്ടിൽ ഇങ്ങനെ താമസിക്കുകയാണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഓരോ വീടിനും ഓരോ പൂക്കളുടെ പേരൊക്കെ ഇട്ടിട്ട് അങ്ങനെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ ഇവിടെ. ഇവർ അത്രയും നല്ല കെയർ കൊടുത്തിട്ടാണ് കേട്ടോ ഇവരെ നോക്കുന്നത്. ഇവർ അല്ല, ഞാൻ ഒരു കൊല്ലം 4 മാസം. അപ്പോൾ നിങ്ങളെ വീട് അപ്പോൾ കണ്ടില്ലേ, ഇതുപോലത്തെ ഓരോ വീട് പോലെയാണ് ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ പണി കഴിപ്പിച്ചിട്ടാണ് കേട്ടോ. ഇതിലൊക്കെ ഓരോ വീട്ടിലും 6 പേര് വീതമാണ് താമസിക്കുന്നത്. ഇതൊക്കെ നമ്മളെ പോലെ തന്നെ വീട്ടിൽ നിറയെ ആളുകളൊക്കെ ഉള്ള വീട്ടിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള ആളുകളൊക്കെയാണ് കേട്ടോ ഇതിലുള്ളത്. കാരണം പിന്നെ അവർക്ക് വീട്ടിൽ നിന്ന് അവരെ നോക്കാത്ത അവസ്ഥ, വയസ്സായി കഴിഞ്ഞപ്പം നോക്കാത്ത അവസ്ഥ, പിന്നെ മക്കൾ ഒന്നും കയറും കാര്യമൊന്നും ചെയ്യാതെ മക്കൾ തള്ളിക്കളഞ്ഞ ഉപ്പമാരൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവർക്ക് നമ്മളൊക്കെ വരുമ്പോൾ ഒരു
ഇവർക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ ഇവർക്ക്. കാരണം അവരെ മുഖത്തുനിന്നും അവരെ സംസാരത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് ഒരു ഉമ്മ ഞങ്ങളെ പോരാൻ സമയത്ത് ഒരു ഉമ്മ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനിയും നിങ്ങൾ വരണം കേട്ടോ, ഞങ്ങൾക്ക് നിങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്, പിന്നെ നിങ്ങൾ വരണം, ഞങ്ങളെ മറക്കരുത്, ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ നമുക്ക് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കണ്ണ് നിറഞ്ഞു പോയിട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ നിങ്ങളെ ആരെങ്കിലും കുട്ടികളെ ബർത്ത്ഡേ അതേപോലെ അങ്ങനത്തെ ഫങ്ഷൻസൊക്കെ വരുന്ന സമയത്ത് നമ്മളെ വീട്ടിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഒക്കെ ആവുന്നതിനെക്കാട്ടും നല്ലത് നമുക്ക് ഇവിടെ പോയിട്ട് ഇവരെ കൂടെ ഒന്ന് ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ അത് ഇവർക്കും സന്തോഷമാവും, നമുക്കൊരു പുണ്യ കാര്യം കൂടി ആവുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് വന്ന് നോക്കുക. ഇതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും നമ്പറൊക്കെ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് വന്നാൽ മതി കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഡയാലിസിസ് തന്നെ 4-5 സ്റ്റാഫ് പിന്നെ നമുക്ക് പിന്നെ പേരെന്താ? താമസം തിരൂര്. ശശിധരൻ. സ്ഥലം എവിടെയാണ്? വള്ളിപ്പുറം. എന്താ പേരെന്താ? അബ്ദുള്ളാക്കിയാണല്ലേ. എത്ര മക്കളുണ്ട്? എത്ര? 3 പെൺകുട്ടികൾ. പേരെന്താ? നബീസ. അസ്സലാമലൈക്കും. എന്താ പേര്? ലൈല. എവിടെ വീട്? അരീക്കോടോ. തന്റെ പേര്? അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. നല്ല ഉഷാറാണ് കേട്ടോ പാട്ടൊക്കെ, നല്ല ഹിന്ദി പാട്ടൊക്കെ അറിയാലേ, ഉഷാറാട്ടോ. വരൂല ഇഷ്ട. നമുക്കൊരു ഫോട്ടോ എടുക്കട്ടാ. അസ്സലാമലൈക്കും. എന്താ പേര്? മുംതാസോ. വീട്? പാണ്ടിക്കാട്. ഇപ്പതാണ് വീട് അല്ലേ? പാണ്ടിക്കാടോ? ഞങ്ങൾ കീശേരി. അസ്സലാമലൈക്കും. പേരെന്താ? ആയിഷ. എന്റെ പേര് മുബഷിറാണ്. ഞങ്ങൾ ഇനി വരണ്ട ഇതേപോലെ വരണ്ട കേട്ടോ.
കാലം കഴിഞ്ഞു വേണം. ഏതാ ആരുമില്ലേ? രണ്ട് മക്കളുണ്ട്. ഒഴിവാക്കി. ഞാൻ പറഞ്ഞ